അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർശനമായ നിലപാടൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അവരെ തകർക്കാനാണ് താലിബാൻ ഉണ്ടായത്, അമേരിക്കയുടെ പിന്തുണയോടെ. എന്നിട്ട് താലിബാന്റെ ഫാസിസം ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്തുകയോ കേരളത്തിൽ വിപ്ലവം നടത്തുകയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിപ്ലവ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരം മാത്രമേ ഒരു സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിക്കാനാവൂ. ആ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ദ്രോഹപരമായ സമീപനം സ്വീകരിക്കുന്നു. അതുകൊണ്ട് കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി കേസ് നൽകി. സുപ്രീം കോടതി ആ കേസ് എടുത്തിട്ടില്ല. സുപ്രീം കോടതിയിലെ കേസിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, ഇങ്ങനെ സംസ്ഥാനത്തിന് നൽകേണ്ട പണം കേന്ദ്ര സർക്കാർ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് ശരിയാണോ, വിവേചനപരമായി ശരിയാണോ, ഇത്തരം നിബന്ധനകൾ ഏർപ്പെടുത്താൻ അവർക്ക് അധികാരമുണ്ടോ? ചില ആളുകൾ പറയുന്നു തമിഴ്നാട് കോടതിയിലേക്ക് പോയിക്കോട്ടെ, കേരളം പോയിട്ടില്ല. കേരളമാണ് ഇന്ത്യയിലാദ്യം പോയത്. ഇന്ത്യയിലാദ്യം പോയിട്ടത് ഭരണഘടനാ വിട്ടെന്ന് മനസ്സിലാകാത്തവരാണോ മാധ്യമങ്ങൾ? ഇന്നും കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് തമിഴ്നാട് കൊള്ളാം കേട്ടോ, സ്റ്റാലിൻ കൊള്ളാം, പിണറായി പോയി. കേരളമാണ് ആദ്യം കേസിന് പോയത്. അങ്ങനെ കേസിന് പോയിട്ട് ഭരണഘടനാ ബെഞ്ചിൽ വിട്ടിരിക്കുകയാണ്. ആ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കുന്നവരെ നിലനിൽക്കണ്ടേ? ആ പരിശോധിക്കുന്നവരെ നിലനിൽക്കാൻ വേണ്ടി കേരളത്തിൽ ഇപ്പോ എന്തായാലും 2020 ആരംഭിച്ച പദ്ധതിയാണ്. 2025 കാലാവധിയിലും. അപ്പോൾ 6 മാസത്തെ കാര്യം കൂടെ ഉള്ളൂ. 6 മാസം കൊണ്ട് PMC നടപ്പാക്കാനൊന്നും പറ്റത്തില്ല. എന്താ PMC? കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിൽ അല്ല, PMC നമുക്കറിയാം, ഓൾറെഡി ആൾക്കാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് മാധ്യമങ്ങളുടെ നിക്ഷിപ്ത താല്പര്യം, മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്നീ സംഗതികളൊക്കെ താങ്കൾ അവിടെ നിർത്തിക്കൊള്ളൂ. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ നിക്ഷിപ്ത താല്പര്യം, കമ്മ്യൂണിസ്റ്റ് വിരോധം, സർക്കാർ വിരോധം, അതൊക്കെ ആക്ഷേപിക്കുക, അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് CPI എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഈ സർക്കാരിന്റെ ഭാഗമായ പാർട്ടി, രണ്ടാമത്തെ വലിയ പാർട്ടി, ആ പാർട്ടി സൈദ്ധാന്തികമായും നയപരമായും PMC വേണ്ടതില്ല, അതിപ്പോൾ എന്ത് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാലും, ഇനിയിപ്പോൾ അതിന് കുറച്ച് പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ സ്കൂളുകൾ നന്നാക്കാനാണെന്ന് പറഞ്ഞാലും നമുക്കത് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനോട് നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നതാണ് എന്റെ ചോദ്യം. അതേ ഞാൻ ചോദിച്ചോളൂ. അതെ. അപ്പൊ ഒന്നാമത്തെ ഉത്തരം എന്താണ്? ഒന്നാമത്തെ ഉത്തരം CPIയും CPMും തമ്മിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലയ്ക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന കാര്യമാണത്. പരിഹരിക്കുന്ന കാര്യം രഹസ്യമായിരിക്കത്തില്ല, പബ്ലിക്കിനോട് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പുള്ള ചോദ്യം എന്താണ്? ആ കേസ് തീർപ്പാക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കേസ് തീർപ്പാക്കുന്നവരെ ആരോഗ്യ മേഖലയ്ക്ക് കുറേയേറെ പണം കിട്ടാനുണ്ട്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് കുറേയേറെ പണം കിട്ടാനുണ്ട്. അത് PMCയിലെ പണമല്ല. PMCയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ഷെയർ ഓഫിൽ കേന്ദ്രത്തിൽ കേരളത്തിന് 80 കോടി രൂപയ്ക്കപ്പുറം കിട്ടാനില്ല. പക്ഷെ അതിൽ ഒപ്പിടാത്തതുകൊണ്ട് കേരളത്തിന് നൽകേണ്ട 1600 കോടി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ മുമ്പുള്ള ചോദ്യം എന്താണ്? ശ്വാസം കിട്ടുന്ന വിധം 1600 കോടി വാങ്ങിച്ച് ഒരു 6 മാസക്കാലം ഇത് മര്യാദയ്ക്ക് കൊണ്ടുപോകാം. മറ്റേ കേസെടുത്ത് കഴിയുമ്പോൾ കേസിന്റെ ഭാഗമായി തീരുമാനം വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ടില്ല. ഇതായാലും 2020 ആരംഭിച്ച പദ്ധതി 2025-26 തീരും. തീർന്നു കഴിഞ്ഞാൽ പിന്നെ നീട്ടണോ വേണ്ടിയോ അന്നേരം തീരുമാനിച്ചാൽ മതി. ഇപ്പോഴേ തീരുമാനിക്കണ്ട. ഇപ്പൊ കേരളത്തിൽ മുന്നോട്ട് പോകാൻ താൽക്കാലികമായി ഈ പദ്ധതിയുടെ ശിഷ്ടകാലമായ 6 മാസക്കാലം ഒരു അറേഞ്ച്മെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഒരു നയത്തിന് വെള്ളം ചേർക്കുന്നില്ല. ഇങ്ങോട്ട് അടി കിട്ടുമ്പോൾ അടി കൊണ്ടുകൊണ്ടിരിക്കുകയല്ല, തിരിച്ചുള്ള പണി ആലോചിക്കണം. അത് നയതന്ത്രം വേണം. അതിന്റെ ആവശ്യമായ അടവുപരമായ സമീപനം വേണം. ഒരു നയത്തിലും പ്രത്യയശാസ്ത്രത്തിലും വെള്ളം ചേർക്കുകയില്ല. ഞാൻ ചോദിക്കുന്നത് വീണ്ടും അതാണ്, ഇതൊക്കെ ആളുകൾക്ക്, നാട്ടുകാർക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് മനസ്സിലാവേണ്ടത് CPIക്കല്ലേ? അല്ല, നാട്ടുകാർക്കും മനസ്സിലാവും, CPIക്കും മനസ്സിലാവും. അത് വ്യക്തതയോടെ സ്വീകരിക്കാൻ അവർക്കാവും. ഈ ചർച്ച നല്ലതാണ്. ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ആക്രമിച്ചിട്ടും കർണാടക മിണ്ടുന്നില്ല, കോൺഗ്രസ് മിണ്ടുന്നില്ല. അവരത് വിഴുങ്ങി. ഇടതുപക്ഷം എതിർത്തു വന്നു. 2020 മുതൽ 25 വരെ എതിർത്തു വന്നു പിണറായി വിജയൻ. 25 ആയതിന് ഒരു 6 മാസം കൊണ്ടുണ്ട്. പദ്ധതിക്ക് 6 മാസം കൂടെ കാലാവധിയുള്ളൂ. അത് കഴിഞ്ഞാൽ നീട്ടുമില്ലെന്ന് അന്നേരം അറിയാം. അന്നേരം കാണാൻ ബാക്കി. ഇപ്പൊ ഈ 6 മാസക്കാലം കൊണ്ട് പെട്ടെന്നൊന്നും കേന്ദ്രത്തിൽ നിന്ന് PMC ചെയ്യാനില്ല. അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് നിഷേധിക്കപ്പെട്ട പണം വാങ്ങട്ടെ. ആ കേസിന്റെ തീരുമാനം വരുമ്പോൾ അതിൽ കേരളം വ്യക്തതയോടെ നിലപാട് സ്വീകരിക്കും. നമുക്കത് കാണാവുന്നതാണ്. അതുകൊണ്ട് ഒരു നയത്തിലും വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത്, വീണ്ടും ചോദിക്കുന്നത്, PMC എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് നമുക്ക് സത്യത്തിൽ സാമ്പത്തികമായി പോലും ഒരു നേട്ടമില്ല എന്നാണ് ജനയുഗത്തിൽ CPIക്കാർ ലേഖനം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്നു താൽക്കാലികമായിട്ടുള്ള ഫണ്ട് ഫ്ലോ ഉറപ്പാക്കാൻ നമുക്കൊരു കോംപ്രമൈസ് എടുക്കേണ്ടി വരുന്നു എന്ന്. അതുപോലും വസ്തുതാപരമല്ല എന്ന നിലപാട് ജനയുഗത്തിൽ കാണുകയാണ്. അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതേ ഉള്ളൂ. PMC പദ്ധതി നടപ്പാക്കിയാൽ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുറെ വിദ്യാലയങ്ങൾ, ആ ഓർഡറിൽ തന്നെ പറയുന്നത് ഷോക്കേസ് സെൻട്രൽ ഗവൺമെന്റ് PMC പ്രൊജക്ട് എന്നാണ്. ഷോക്കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലെ എല്ലാ മുറിയിലും നിറയ്ക്കുക എന്നുള്ളതല്ല.
ഒരു കേരളത്തിൽ വരുമ്പോൾ ചില ബ്ലോക്കിൽ വരുമ്പോൾ PMC സ്കൂൾ കാണും. ആ സ്കൂള് കേന്ദ്രത്തിന്റെ മാതൃക എന്താണെന്ന് ഷോക്കേസ് ചെയ്യണം. അവർക്ക് എല്ലാ സ്കൂളിലും PMC ഇല്ല. ആ ഷോക്കേസ് ചെയ്യാൻ വെക്കുന്ന സാധനം അവിടെ വെച്ചിരിക്കും. ഇത് കേരളത്തിലെ ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ വെക്കാൻ ഒരു കാശ് വരും. സംസ്ഥാനം വിഹിതം കൊടുക്കണം. അപ്പോൾ ഒരു 10, 70, 80 കോടി രൂപ കിട്ടിയേക്കാം ഒരു വർഷം. അത് കിട്ടാൻ വേണ്ടി ഒരു ഒപ്പിടിയിലും ഇല്ല. ഞാൻ ചോദിക്കുന്നത് 70-80 കോടി കിട്ടുക, 2 സ്കൂൾ മാത്രം മോഡലാക്കി വെക്കുക എന്ന് വെച്ചാൽ മോഡൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? അവിടെ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അവിടുത്തെ പരിപാടി എങ്ങനെ ആയിരിക്കണം, അതിന്റെ വർക്ക് കൾച്ചർ എങ്ങനെ ആയിരിക്കണം, അവിടുത്തെ പാഠ്യ പരിപാടി എങ്ങനെ ആയിരിക്കണം, അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നോംസിലുണ്ട്. അതെ, ആ നോംസിൽ തിരിച്ചു പണി കൊടുക്കാനായിട്ടുള്ള വിവരമുള്ളവർ ഇവിടെ ഉണ്ടെന്നേ. നമുക്കിത് എൻഗേജ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുന്നത് 10 കൊല്ലം അധികാരത്തിരിക്കുന്ന പിണറായി വിജയൻ ഈ മോദി സർക്കാരുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് തന്നെ പ്രവർത്തിച്ചത്. എൻഗേജ് ചെയ്യുന്ന പറഞ്ഞാൽ കീഴടങ്ങാതെയാണ്. നിങ്ങൾക്ക് ഇന്ത്യ എനിക്കത് അതിനകത്ത് ക്ലാരിറ്റി വേണ്ട. തിരിച്ചു പണി കൊടുക്കാന്ന് വെച്ചാൽ എന്താണ്? കേന്ദ്ര സർക്കാർ അവിടെ പൈസ തരുന്നത് പണി കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് തരുന്ന പൈസ അത് ആ നിലയ്ക്ക് വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യില്ലേ? അതിനനുസരിച്ചല്ലേ അവർ പൈസ തരുന്നേ. അതല്ലേ നമ്മൾ പറയണത്. അവരുടെ പൈസ 80 കോടിയല്ലേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് കിട്ടാനുള്ള പൈസ എത്രയാണ്? 2500 കോടി ഇവിടുത്തെ ആരോഗ്യ മേഖല കിട്ടാനുണ്ട്. നെല്ല് കൊടുത്തതിന്റെ കാശ് കിട്ടാനുണ്ട്. ആരോഗ്യ മേഖല 1500 കോടി കിട്ടാനുണ്ട്. വിദ്യാഭ്യാസ മേഖല കിട്ടാനുള്ള കാശല്ലേ 1600 കോടി. അത് വാങ്ങിച്ചിട്ട് ഈ 6 മാസക്കാലം പ്രതിസന്ധി പരിഹരിക്കുക. അത് കഴിഞ്ഞ് പുതിയ സർക്കാർ വരുമല്ലോ, നമുക്ക് തുടങ്ങാമെന്ന്. ശരി. ശ്രീ സന്തോഷ് കുമാർ CPI നേതാവ് എന്നോടൊപ്പം ടെലിഫോണിലായിരുന്നു. ശ്രീ സന്തോഷ് കുമാർ, നമുക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കേരളത്തിന് കിട്ടാനുള്ള വിഹിതങ്ങളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു. ആ പദ്ധതിയിൽ ഒപ്പിട്ടാലേ ഈ പദ്ധതിയുടെ പൈസ തരൂ എന്ന മട്ടിൽ ഫെഡറൽ താല്പര്യങ്ങളെ മറികടക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഒരു ഭരണകൂടം ഒരു സമഗ്രാധിപത്യ രൂപത്തിൽ പെരുമാറുക, ഫെഡറലിസത്തിന്റെ താല്പര്യങ്ങളെ അടിച്ചമർത്തുക എന്ന് വെച്ചാൽ നമുക്ക് ചില പോയിന്റുകളിലൊന്ന് ഫ്ലെക്സിബിൾ ആവേണ്ടി വരില്ല. അത് നിങ്ങൾ എന്താണ് ആ നിലയ്ക്ക് മനസ്സിലാക്കാത്തതെന്ന്? സന്തോഷ് കുമാർ, ഓക്കെ, ഫോൺ കട്ടായി. താങ്ക് യു അനിൽകുമാർ, താങ്ക് യു താങ്കളുടെ പ്രതികരണത്തിനൊപ്പം. സന്തോഷം, അദ്ദേഹം കട്ടായിട്ടുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ വീണ്ടും. സെയ്ഫ്, ഇതിനകത്ത് ഒരു മീറ്റിംഗ് പോയിന്റിലേക്ക് CPI കൊണ്ടുവരിക എന്നുള്ള എന്തുമാത്രം എളുപ്പമായിരിക്കും CPM-ന്? കൺവിൻസ് ചെയ്യുക, ഓക്കെ നമുക്ക് പോകാം, ഒരുമിച്ച് പോകാമെന്നിരുന്നില്ല, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ഇതിനകത്ത്? മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിനകത്ത് നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ ഈ വിഷയം വരുമ്പോൾ അതിനകത്ത് CPI എന്തായാലും എതിർപ്പ് രേഖപ്പെടുത്തും. എതിർപ്പ് രേഖപ്പെടുത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് അതൊരു പ്രധാനപ്പെട്ട പോയിന്റായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് 1466 കോടി രൂപ അത് വെറുതെ കളയേണ്ടതില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അതുകൊണ്ട് ആ പൈസ അങ്ങനെ വെറുതെ കളയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസ മന്ത്രി സ്വയം എടുത്ത തീരുമാനമല്ല, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അനുനയത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒന്ന് മുഖ്യമന്ത്രി അതിനകത്ത് മുൻകൈ എടുക്കണം, അല്ലെങ്കിൽ CPM നേതൃത്വം അതിനകത്ത് മുൻകൈ എടുത്തൊരു ഉപേക്ഷി ചർച്ച നടത്തണം. ഉപേക്ഷി ചർച്ചയിലേക്കുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ CPIയുടെ മന്ത്രിമാർ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലെത്തി അവിടെ കൂടിക്കാഴ്ച നടത്തി എതിർപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ CPM ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നതിൻ്റെ സൂചനയായി കൂടി നമുക്കതിനെ കണക്കാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അത് CPIയെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവരുടെ ആ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അവരാദ്യം എന്ത് നിലപാടാണോ വിഷയത്തിലെടുത്തത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം, അല്ലെങ്കിൽ CPM എടുത്ത ആ തീരുമാനത്തിൽ നിന്ന് അവർ മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല നിഷാദ്.